മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് കിരൺ റിജിജു പറയുന്നത് കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചെന്നാണ് മന്ത്രി എം ബി രാജേഷ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ മാച്ച് ഫിക്സിംഗ് ആണ് നടക്കുന്നത്. കർണാടകയിലും ഗോവയിലും ജയിച്ച എം.എൽ.എമാരാണ് ബി.ജെ.പിയിൽ പോയത്. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമല്ല, വോട്ട് ഷെയർ താഴെ പോകുമെന്നും എം ബി രാജേഷ് വ്യക്തമാക്കി. ന്യൂസ് എയ്റ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അവരുടെ പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണ് എന്നതാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഇന്ന് കിരൺ റിജിജു ഇവിടെ ഭരണം നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. അതെ, മാച്ച് ഫിക്സിംഗ് ആണ്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ്. കിരൺ റിജിജു എന്തൊരു സ്ഥലത്തിലാണ് പറയുന്നത്? എന്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഗോവയിൽ വൈകുന്നേരം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് നേരം പുലർന്നപ്പോഴേക്കും ഭൂരിപക്ഷമില്ല. ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയതുപോലെ, മണിപ്പൂരിൽ ചെയ്തതുപോലെ, അരുണാചലിൽ ചെയ്തതുപോലെ, മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ, ഇപ്പൊ ബീഹാറിൽ ആകെ ജയിച്ചത് കോൺഗ്രസിന്റെ 6 പേരാ. അവർ പോയി ബി.ജെ.പി ചേർന്നില്ലേ? ഇതാണ് രാജ്യം മുഴുവനുള്ള ചിത്രം. ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് കിരൺ റിജിജു പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോടും പറയുന്നത്. ജയിച്ച കോൺഗ്രസ്സുകാരാണ് എല്ലായിടത്തും കാലം അറിയത്, തോറ്റവരല്ല കേട്ടോ. ബീഹാറിൽ തോറ്റ ഒരാളും കാലം അറിയില്ല, ജയിച്ച 6 ആളും പോയി ബി.ജെ.പി ആയി. 32 ജയിച്ച അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് എം.എൽ.എമാരിൽ 31 ആളും കാലം മാറി. കർണാടകയിൽ ജയിച്ച കോൺഗ്രസ് എം.എൽ.എമാരാണ് ബി.ജെ.പിയിലേക്ക് പോയത്. ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിങ്ങൾ ഓർക്കണം, ഗവൺമെന്റ് അവർക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്. പക്ഷെ എം.എൽ.എമാർ കാലുമാറിയപ്പോ അവരുടെ ഭൂരിപക്ഷം ബി.ജെ.പിക്കായി. ഗോവയിൽ കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ടും വിലക്കെടുക്കാൻ പറ്റി. അവിടെയൊന്നും ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലാതായിരുന്നിട്ടും സർക്കാർ രൂപീകരിച്ചു. പക്ഷെ കേരളത്തിൽ അപ്പോൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ പ്രതീക്ഷ അതിൽ മാത്രമാണ്. കോൺഗ്രസിലാണ് പ്രതീക്ഷ. കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചാണ് പറയുന്നത്. അക്കൗണ്ട് കൂട്ടിച്ചവരാ ഞങ്ങള്. നേമത്തെ അക്കൗണ്ട് കൂട്ടിച്ചതേ ഞങ്ങളാണ്. ഇത്തവണ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമോ? പൂട്ടിയ അക്കൗണ്ട് ബി.ജെ.പിക്ക് തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് ഷെയർ താഴെ പോകും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ താഴെ പോയി. ഇനിയും താഴെ. പടവലങ്ങ പോലെയാണ് ബി.ജെ.പിയുടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.